ഒരു ബിസിനസ് തുടങ്ങുന്ന ആളുകൾ, ബിസിനസ് തുടങ്ങി സെറ്റപ്പ് ചെയ്യാൻ പോകുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഒരുപാട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു 5-6 മാസം ചിലപ്പോൾ ബിസിനസ് തുടങ്ങിയാലൊന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു റവന്യൂ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ ഇതിന് ഓടിച്ചോണ്ട് പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, നമുക്ക് ചിലപ്പോൾ പാർട്ട്നേഴ്സിനെ കൂട്ടിയിട്ടായിരിക്കും ചെയ്യേണ്ടത്, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഇതിന് പറ്റിയ ഒരു എൻറ്റിറ്റി ഫോർമാറ്റ് ഏതാണ് തിരഞ്ഞെടുക്കുക? എൻറ്റിറ്റി ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ഒരു എപ്പിസോഡ് മേ ബി ഒരു ബിസിനസ്സിനെ കുറിച്ച് തുടങ്ങാൻ പോകുന്ന ആൾക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഹെൽപ്ഫുൾ ആവും ഈ ഒരു കാര്യങ്ങളല്ല. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഒരു സെഗ്മെൻറ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡ് കാണുന്ന ആളുകളിൽ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ടാകാം, തുടങ്ങിയ ആൾക്കാരുണ്ടാകാം. അപ്പം നമ്മൾ ഗൾഫിലെ ആൾക്കാർക്ക് വേണ്ടി ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു എപ്പിസോഡുകളിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ നാട്ടിൽ ബിസിനസ് സെറ്റപ്പ് എങ്ങനെ വരാം, ഒരു ബിസിനസ് തുടങ്ങി അതെങ്ങനെയാണത് സെറ്റപ്പ് ചെയ്യുക, ഇനി അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കുറച്ചൊരു വീഡിയോസ് നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യും. അത് ഐസക്കുമായിട്ട് ചേർന്നിട്ടാണ്. ഐസക്ക് എൻ്റെ വളരെ നല്ലൊരു സുഹൃത്താണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് ഡെഫിനറ്റ്ലി ഐസക്കിനെ വിളിക്കാൻ പറ്റുകയും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഐസക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ആരാണ് ഐസക് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം അല്ലേ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ ബേസിക്കലി ഒരു കമ്പനി സെക്രട്ടറിയാണ്. ബിസിനസ് കൺസൾട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. പണ്ട് എൻ്റെ ഒരു ഗുരു പുള്ളിനോട് ചോദിച്ചാൽ എന്താ കമ്പനി സെക്രട്ടറി ചെയ്യുന്നത്, ഒരു ബിസിനസ് ആർക്കിടെക്റ്റ് ആണ് കമ്പനി സെക്രട്ടറി എന്ന് പുള്ളി ഡിഫൈൻ ചെയ്തത്. ശരിയാണ്. അതെ. അപ്പോൾ അതെനിക്കൊരു നല്ല അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ബിസിനസ് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, പിന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത് ലീഗൽ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മാനേജ്മെന്റ് ലെവലിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ള കാര്യങ്ങൾ, കൂടുതലൊരു ലീഗൽ പെർസ്പെക്റ്റീവിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് പെർസ്പെക്റ്റീവിൽ നിന്നുമാണ് നമ്മൾ അവരെ ഗൈഡ് ചെയ്യുക. അതൊക്കെയാണ് ഐസക് ചെയ്യുന്നത്. ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ആളുകൾ സെറ്റപ്പ് ചെയ്യും, ബിസിനസ് തുടങ്ങി സെറ്റപ്പ് ചെയ്യാൻ പോകുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഐസക് ഇത് ഇങ്ങനെയാണ് കൈവെക്കുന്നത്. നോക്കി കണ്ട, ഞാനും ഇങ്ങനെ വെക്കാൻ ഐസക് എന്നോട് നല്ല എനർജി കിട്ടും. നോക്കാം അല്ലേ. ഐസക് വന്നപ്പോഴും ഞാൻ ചോദിച്ചപ്പോൾ ഐസക് ഇത് ഇങ്ങനെ കൈവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഐസക് എന്താ ഇങ്ങനെ? നമ്മളിങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പഠിക്കണമല്ലോ. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഞാനത് പഠിച്ചിട്ട് ഞാൻ ഇനി ഇങ്ങനെ വെക്കണം. അല്ല, ആളുകൾ ചോദിക്കണോ അയ്യോ എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കണമെന്ന് പറയണ്ടല്ലോ. പറയാം, ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുമ്പോഴെന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുമ്പം ഏതൊരു ബിസിനസ് ആണെങ്കിലും ഒരു ഐഡിയ ആണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഒരു സ്ട്രോങ് ഐഡിയ ഉണ്ടാവണം. ഈ ഐഡിയ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഐഡിയ നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുമ്പം ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ വേറൊരു ചിലപ്പം മാർക്കറ്റിൽ വേറെ സൊല്യൂഷൻ ഉണ്ടാവും, അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ അത് ആണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ അതിൽ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് പ്ലാൻ, രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് പ്ലാൻ, അത് എഴുതിയെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇരുന്ന് സമയമെടുത്ത് ഒരു ബിസിനസ് പ്ലാൻ ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് വെക്കുക. അല്ല, ഇത് ഞാൻ ഒരു കാര്യം ഇടപെടണല്ലോ. ഇത് പൂർണ്ണമായിട്ടും ഈ ഒരു എപ്പിസോഡ് മേ ബി ഒരു ബിസിനസ്സിനെ കുറിച്ച് തുടങ്ങാൻ പോകുന്ന ആൾക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഹെൽപ്ഫുൾ ആവും ഈ ഒരു കാര്യങ്ങളല്ല. അത് എഴുതി വെക്കുക, ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഫൈനാൻസ്, ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങാൻ ചിലപ്പോൾ ഒരു മാനുഫാക്ചറിങ് സെക്ടർ ആയിരിക്കും, അതിനൊരു മെഷീനറി വേണം, ചിലപ്പോൾ ഒരു ഷെഡ് ഉണ്ടാക്കണം. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് ഒക്കെ ഇതാക്കുന്നതാണ് ക്യാപിറ്റൽ. ബേസിക് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ ആദ്യം കണ്ടെത്തണം, എങ്കിലാണ് നമുക്ക് ഇതൊക്കെ തുടങ്ങാൻ പഠിക്കാൻ കാശ് വേണം. തീർച്ചയായിട്ടും. എക്സാമ്പിൾ എൻ്റെ പോയിന്റ് തുടങ്ങുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ബിസിനസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ക്യാമറ മേടിക്കാനുള്ള ക്യാപിറ്റൽ ഞാൻ കണ്ടെത്തണം അല്ലേ. അതിനുശേഷം ക്യാമറ മേടിച്ച് കണ്ടെത്തിയാൽ ഇത് സ്റ്റാഫിന് സാലറി കൊടുക്കാനുള്ള കാശ് കണ്ടെത്തണം. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഇപ്പോൾ ക്യാമറ ചിലപ്പോൾ വാങ്ങേണ്ടി വരില്ല, ചിലപ്പോൾ വാടകയ്ക്ക് എടുക്കാം. അതിനെങ്കിലും ഒരു ബേസിക് ക്യാപിറ്റൽ നമുക്ക് വേണം. പിന്നെ നമ്മൾ ഒരുപാട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു 5-6 മാസം ചിലപ്പോൾ ബിസിനസ് തുടങ്ങിയാലൊന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു റവന്യൂ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ ഇതിന് ഓടിച്ചോണ്ട് പോകണം. അപ്പോൾ അതിനൊരു വർക്കിംഗ് ക്യാപിറ്റൽ, ഒരു 6 മാസത്തെ ഒരു ഫണ്ടോ, അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ നമുക്ക് റോ മെറ്റീരിയൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ റോ മെറ്റീരിയലൊക്കെ കണ്ടെത്താനോ അല്ലെങ്കിൽ സ്റ്റാഫിന് സാലറി കൊടുക്കാനോ ഒരു ഫണ്ട് നമ്മൾ കണ്ടെത്തുക. അത് ഓൺ സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായ പാർട്ട്ണർമാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പാർട്ട്നേഴ്സിൽ നിന്നോ മറ്റ് സോഴ്സുകളിൽ നിന്നോ കണ്ടെത്താം. അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതും നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി. ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് അതൊരു ഗൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞത് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതായാൽ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തി
എടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഫീസിബിൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഈ മാർക്കറ്റിന് അനുയോജ്യമാണോ. ഓ കറക്റ്റ്. കാരണം വെറുതെ ഉണ്ടാക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഒരു പ്രൊഫഷണൽ സർവീസോടെ നമുക്ക് കൂടുതലായിട്ട് ഈ പ്രോഡക്റ്റിനെയും നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിനെയും കാര്യമായിട്ട് പഠിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഊബർ വന്നു. ഊബർ കൊച്ചിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സർവീസായിരുന്നു. പക്ഷെ മറ്റ് ജില്ലകളിലേക്ക് വന്നപ്പോൾ അത് അത്രയും പെട്ടെന്ന് അവിടെ വർക്കൗട്ട് ആയില്ല. കാരണം ഞങ്ങളുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാർ നല്ല ഓട്ടോക്കാരെന്ന് പറയാം. അപ്പോൾ അവിടെ എളുപ്പത്തിൽ ഊബർ ആദ്യം ഇനീഷ്യലി ഒരു ട്രാക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ആ ഓരോ മാർക്കറ്റിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി അത്യാവശ്യമാണ്. ഫീസിബിൾ സ്റ്റഡി വേണം തീർച്ചയായും. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പോസിബിൾ ആകുമോ ഐസക്? ബിക്കോസ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ബെറ്റർ അല്ലേ? പക്ഷെ തുടക്കക്കാരൻ എങ്കിലും അവന്റെ മാർക്കറ്റ് സിനാരിയോ അറിഞ്ഞിരിക്കണം. അതെ. നമ്മൾ ഇപ്പോൾ നിസ്സാരം ഒരു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എവിടെയാണ് ഏറ്റവും നല്ല ഭക്ഷണം, അത് നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും മിനിമം അത് ചെയ്യുന്നുള്ളൂ. അത്രയും ഒരു സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് സംഗതി ഒന്നുമല്ല. സിമ്പിളായിട്ട് ഈ പ്രോഡക്റ്റ് ലോജിക്കലി തിങ്ക് ചെയ്യണം. അത് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, നമുക്ക് ചിലപ്പോൾ പാർട്ട്നേഴ്സിനെ കൂട്ടിയിട്ടായിരിക്കും ചെയ്യേണ്ടത്, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഇതിന് പറ്റിയ ഒരു എൻറ്റിറ്റി ഫോർമാറ്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. എൻറ്റിറ്റി ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ നമുക്ക് നാട്ടിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് ചെയ്യുന്ന ഫോർമാറ്റ്. ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ്, കുറച്ചുകൂടെ വേറൊരാളും കൂടെ വന്നാൽ പാർട്ട്ണർഷിപ്പായി. എന്താണ് നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യം? പിന്നെ ചിലപ്പം അത് കുറച്ചുകൂടെ വലിയൊരു സ്കെയിലുള്ള ബിസിനസ്സാണ്, കുറച്ച് റിസ്ക് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് ക്യാപിറ്റലൊക്കെ പുറത്തുനിന്ന് എടുക്കേണ്ട ബിസിനസ്സാണ്. അപ്പോൾ കമ്പനിയോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയോ, അതാകുമ്പോൾ ലിസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനാണ് നിങ്ങളുടെ വിഷൻ എങ്കിൽ അതിനനുസരിച്ച് പബ്ലിക് കമ്പനിയോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ആ എൻറ്റിറ്റി തിരഞ്ഞെടുക്കണം. ആ എൻറ്റിറ്റി തിരഞ്ഞെടുക്കാൻ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലെ സമീപിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ ബിസിനസ് മനസ്സിലാക്കും, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു എൻറ്റിറ്റി ഫോർമാറ്റ് സജസ്റ്റ് ചെയ്യും. അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ട് നിയമപരമായിട്ട്, കാരണം ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു നമ്മൾ സിനാരിയോ നോക്കുകയാണെങ്കിൽ വളരെ ഡെവലപ്പ് ചെയ്തു പോകുന്നൊരു സമയമാണ്. ഒരുപാട് പുതിയ നിയമങ്ങളും കുറേ സിംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ വളരെ സുഖമാണ്. അതെ, ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യയിലൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. പഴയ പോലെ ഒന്നുമല്ല, എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് രജിസ്ട്രേഷനുകളൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പം ആ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫണ്ടായി നമുക്കൊരു പ്ലാനായി എങ്ങനെ ചെയ്യണമെന്നുള്ളതായി അതെ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇനി ഒരു ടീമാണ് വേണ്ടത്. ചിലപ്പോൾ അതൊരു പാർട്ട്ണർ ലെവലിലുള്ള ടീമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എംപ്ലോയി ലെവലിലുള്ളതായിരിക്കാം. നിങ്ങളുടെ വിഷനുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒരാളെ വേണം എന്ത് ചെയ്യാൻ, നമ്മളെ ടീമിലേക്ക് എടുക്കാൻ കൊണ്ടുവരാനായിട്ട്. അതെ, തീർച്ചയായിട്ടും. ഒരു കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് വലിയ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമുക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് കിട്ടുന്ന ഒരു പാർട്ട്ണറെയോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു ടീം മെമ്പറെയോ ആയിരിക്കണം എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ടീമൊക്കെ ആയി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം നമുക്ക് ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് മാർക്കറ്റിംഗ് അത്യാവശ്യമാണ്. ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്, ഇത് ജനങ്ങൾ അറിയണമല്ലോ. അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും സെയിൽസ് സ്ട്രാറ്റജിയും നമ്മൾ ഉറപ്പായിട്ടും തുടക്കത്തിൽ തന്നെ ഇതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കൽ അത്യാവശ്യമാണ്. പിന്നെ ബിസിനസ് തുടങ്ങുക, പിന്നെ റിവ്യൂ എടുക്കുക. ഈ ബിസിനസ് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കുന്നു, എങ്ങനെയാണ് കസ്റ്റമറിൻ്റെ റിവ്യൂ, അവിടെ എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് സിമ്പിളായിട്ടൊരു ബിസിനസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതിനിടയിൽ ഉണ്ടാകുന്ന ലീഗൽ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഏരിയകളുണ്ട് അല്ലേ? അവിടേക്കാണ് നിങ്ങളുടെ സർവീസുകൾ ആളുകൾക്ക് കൊടുക്കുന്നത്. അതെ, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു LLP ഒക്കെ ചെയ്താൽ ഇതിന് വർഷം കംപ്ലയൻസുകളുണ്ട്. തീർച്ചയായിട്ടും റിട്ടേൺസ് ഫയൽ ചെയ്യണം. ഇപ്പോൾ GST ആണെങ്കിൽ GST റിട്ടേൺസ് മാസം ഫയൽ ചെയ്യണം, TDS റിട്ടേൺസ് ഫയൽ ചെയ്യണം. ഇത്തരം കാര്യങ്ങളിൽ ഒരു ബിസിനസ്സുകാർക്ക് എന്താ പറയുക, അവർക്ക് അവരുടെ ബിസിനസ്സിലായിരിക്കും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ അവരെ ഒരു പ്രൊആക്റ്റീവായിട്ട്, ചേട്ടാ ഇന്ന സമയമായിട്ടുണ്ട് കേട്ടോ സാറേ, ഈ ബിസിനസ് ഈ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ സർവീസ് എന്നുള്ള നിലയ്ക്ക് എല്ലാ പ്രൊഫഷണലും ചെയ്യുന്നത്. അതെ, ഇതൊക്കെ ചെയ്താലാണ് മുന്നോട്ട് പോവുക. അതെ, ഇല്ലെങ്കിൽ ഇപ്പം നിയമങ്ങൾ സിമ്പിളാണെങ്കിലും പെനാൽറ്റികൾ അത്ര സിമ്പിളല്ല. അല്ല ചെറിയ ഒരു ഡ്യൂ ഡേറ്റ് തെറ്റിപ്പോയ വലിയ പെനാൽറ്റികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സേവ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ഒരു രൂപ നഷ്ടപ്പെട്ടു പോകാതെ സേവ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരൻ ആലോചിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ. അപ്പോൾ പെനാൽറ്റി ആയിട്ട് പോവാതെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ലീഗലായിട്ടൊരു പിറ്റ്ഫാൾസ് ഒന്നും ഇല്ലാതെ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് പ്രധാനമായിട്ടുള്ളത്.
അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ലീഗൽ സൈഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഐസക്ക് സോൾവ് ചെയ്ത് കൊടുക്കില്ല നമ്മൾ, തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പോൾ എല്ലാവിധ ആശംസകളും അടുത്ത എപ്പിസോഡ് വേണ്ടിയിരിക്കാം. താങ്ക് യു.